വയനാടിൻ്റെ സൗന്ദര്യം ആസ്വദിച്ച് തുടങ്ങാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായിട്ടേ ഉള്ളൂ കേട്ടോ. മഞ്ഞും തണുപ്പും ഒക്കെ ഒന്ന് പോയി തുടങ്ങി. വയലൊക്കെ ഇതാ തെളിഞ്ഞ് നല്ല ഭംഗിയായി വന്നപ്പോൾ എനിക്ക് വീണ്ടും കോഴിക്കോട് പോകാനായി. കണ്ടില്ലേ, ഒരു മാരേജ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, അതിന് വേണ്ടിയിട്ടാട്ടോ. ഇതേതാ മല എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? കുറുമ്പാലക്കോട്ട, കുറുമ്പാലമല. ഇതിൻ്റെ മുകളിൽ കയറി അടിപൊളി വ്യൂ എന്നൊക്കെ കേട്ടിട്ടില്ലേ? ആ മലയാണ് കേട്ടോ അത് വരുന്നത്. ഇതിലൊക്കെ പോകണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. ഇൻഷാ അല്ലാഹ് ഒരു ദിവസം നേരത്തെ എണീച്ചിട്ട് ഈ മല ഒന്ന് കയറി വെക്കണം. കാണുന്ന പോലെയല്ല, ഹൈക്കിങ് കുറച്ച് ടാസ്ക്കാന്ന് കേട്ടോ കേട്ടിട്ടില്ലേ. അപ്പം നമ്മളിതാ കോഴിക്കോടേക്ക് പോവാണ്. ഞാൻ ബസ്സിലാട്ടോ പോകുന്നത്. അപ്പോൾ കൽപ്പറ്റ എൻ്റെ ബ്രദർ വന്നിട്ടുണ്ട്, അവൻ്റെ കൂടാണ് ഞാൻ. അപ്പോൾ അതാ നമ്മുടെ സോയാബിയൊക്കെ ഉണ്ട്. സോയ ഓറിയോ ഒക്കെ കയ്യിൽ പിടിച്ച് നിൽക്കുകയാണ്. ഇതാട്ടോ എൻ്റെ ബ്രദർ. അപ്പം നമ്മളിതാ ചുരം ഇറങ്ങി എങ്ങനെ പോവാണ്. ചുരം ഇറങ്ങിയിട്ടൊന്നുമില്ല, ആ വഴിക്ക് പോകുമ്പോഴുള്ള വ്യൂ കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ ഇത്. നമ്മൾ നേരെ പോകുന്നത് എങ്ങോട്ടാണെന്നറിയോ? ചുരം ഇറങ്ങി നേരെ പോകുന്നത് കോഴിക്കോട്ടേക്കാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. കോഴിക്കോട് എനിക്കൊരു മാരേജ് ഫംഗ്ഷൻ ഉണ്ട്, അപ്പം അതിന് വേണ്ടി അങ്ങനെ പോവാട്ടോ. ഇവിടുത്തെ എല്ലാവരും ചോദിക്കും എന്നോട്, ഈ ചോരവും കാടും ഒക്കെ തന്നെയാണോ നീ എടുക്കുന്ന വീഡിയോസ്? പക്ഷേ ഇതിനോളം ഭംഗിയില്ല വേറെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഈ ഒരു ടൈം എന്ന് പറഞ്ഞാൽ സ്കൂളൊന്നും ഇല്ലാത്ത ടൈം ആയതുകൊണ്ട് തന്നെ നല്ല വണ്ടിയുണ്ട്, ചുരം നല്ല ബ്ലോക്കാണ്. അപ്പം ആ ഒരു ടൈമിലാട്ടോ ഞാൻ പോകുന്നത്. കോഴിക്കോട് ചെന്നാൽ പിന്നെ നമുക്ക് SM മിസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം കോഴിക്കോട് ചെന്ന് അന്ന് അവിടെ റെസ്റ്റ് എടുത്തിട്ട് പിറ്റേ ദിവസം ഞാൻ നേരെ SM-ലേക്കാട്ടോ പോകുന്നത്. അന്ന് വൈകുന്നേരമാണ് പരിപാടി. അന്നത്തേക്ക് സാരിയാണ്, അത് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ അടുത്ത ദിവസം മാരേജ് ഫംഗ്ഷനിലേക്കുള്ള അത് ഞാനൊന്നും സെറ്റ് ചെയ്തിട്ടില്ല. ഞാൻ ജസ്റ്റ് ഇവിടെ റൈറ്റ് കൊടുക്കുകയാണ്. ഇത്രയും ചീപ്പ് റേറ്റിലാണ് ഇവിടെ സാധനങ്ങളുള്ളത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടോ. ഇനി നേരെ മാമൻ്റെ വീട്ടിലേക്കാട്ടോ പോകുന്നത്. മാമൻ്റെ മോളെ കല്യാണമാണ്. അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞില്ലേ സാരിന്ന്. അപ്പം ഞാൻ ഈ ഒരു കളർ സാരി എടുത്തത്. എല്ലാവരും ഇതാ ഓരോ കളർ സാരിയൊക്കെ എടുത്ത് ഞങ്ങൾ ജസ്റ്റ് ബ്രൈഡലിൻ്റെ ഫോട്ടോഷൂട്ട് കാണാൻ വേണ്ടി അങ്ങനെ പോകുന്നതാണ്. ഇതിനടുത്തുള്ളൊരു സ്ഥലം തന്നെ കേട്ടോ, നല്ല അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞാൽ നല്ല വ്യൂ ആണ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത്, പിന്നെ സാരി ഉടുത്ത് പോയതല്ല കേട്ടോ, അവിടെ ചെന്നിട്ടാട്ടോ സാരി ഉടുത്തത്. പിന്നെ ഇതാണ് നമ്മുടെ ബ്രൈഡ് ഹുദ. അപ്പോൾ ഓള് ഓരോ പോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫോട്ടോ എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ പുഴ വരുന്ന കണ്ടില്ലേ, പുഴൻ്റെ കയ്യിൽ ഇതാ ഇങ്ങനൊരു സംഭവം ഉണ്ട്. ഇത് ചാടിക്കടന്നിട്ടൊക്കെ കേട്ടോ പോകേണ്ടത്. നിൽക്കുന്നത് കണ്ടില്ലേ എൻ്റെ കസിൻസ്, അവരെന്നെയും വെയിറ്റ് ചെയ്ത് നിൽക്കാം കേട്ടോ, കാരണം എൻ്റെ കയ്യിൽ കുട്ടി ഉണ്ടല്ലോ. അവിടുന്ന് ഇത് നല്ല അടിപൊളി ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം ട്രെൻഡിങ് ആയിട്ടുള്ള മറ്റേ നാണം ചാലിച്ച് ആ പാട്ടൊക്കെ ഇട്ടിട്ട് ഇടണമെന്നുണ്ട്, പക്ഷേ അത് പറ്റില്ല, കോപ്പിറൈറ്റ് ഇഷ്യൂ വരുന്നതുകൊണ്ടാണ്. നല്ല അടിപൊളി ഫോട്ടോസും കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോയിട്ട് അവിടുത്തെ ഉപ്പന കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങളെ വലിയ ആൾക്കാരെ പരിപാടിയായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അത് വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാത്തത്. പിന്നെ ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തിയതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് എൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് ട്രയൽ ചെയ്ത് നോക്കിയതാട്ടോ. പിന്നെ ഇത് നിർബന്ധം ലാസ്റ്റ് മിനിറ്റ് ഷോപ്പിംഗ്. ഞാനും ഫഹദും കൂടി ഇതാ ഉമ്മമാർക്ക് ഷോൾ എടുക്കാൻ വേണ്ടി പോകാതെ, അതായത് എൻ്റെ ഉമ്മാക്കും എൻ്റെ ഉമ്മാൻ്റെ അനിയത്തിക്കും കൂടി വേണ്ടിയിട്ട് ഷോൾ എടുക്കാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് മിനിറ്റ് പോവാണ് കേട്ടോ. പിന്നെ ചടപടേ വീട്ടിൽ വന്ന് കുളിച്ച് മാറ്റി സെറ്റായി ഞങ്ങളിതാ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് പോവാണ് കേട്ടോ. സോയ്മോള് കണ്ടില്ലേ, സോയ്മോള് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് തന്നെ കൊണ്ടുപോയത്. അവിടെ ചെന്നിട്ട് ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ച്, പക്ഷേ അതിന് മുന്നേ തന്നെ ഞങ്ങൾ ചേഞ്ച് ചെയ്ത്. ആൾക്ക് പേരൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് പേരൊക്കെ വാങ്ങി ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തൊക്കെ കൊടുത്ത് അതൊക്കെ പിടിച്ചിട്ടാട്ടോ നമ്മൾ പോകുന്നത്. പിന്നെ കസിൻസൊക്കെ അവിടെയാണ് നിൽക്കുന്നത്. അതിൽ അവർ മിസ്സായ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ വീട്ടിൽ നിന്നും ഞാൻ കൊണ്ടുവന്നതാണ്. എൻ്റെ കയ്യിൽ കവറും കാര്യങ്ങളും കാണുന്നത്. ഞങ്ങൾ നേരെ വീട്ടിൽ പോയിട്ട് അവിടുത്തെ സിറ്റുവേഷൻ നോക്കിയിട്ട് പിന്നെയാണ് ഹോണിലേക്ക് പോകാൻ വിചാരിക്കുന്നത്. കാരണം വൈകുന്നേരമാണല്ലോ നിക്കാഹ് വരുന്നത്, ഇത്ര നേരത്തെ പോകണ്ട എന്നൊരിതുണ്ട്. അപ്പോൾ കവറും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലാണുള്ളത്. അപ്പോൾ അത് പിടിച്ച് ഞങ്ങൾ നേരെ കല്യാണ വീട്ടിലേക്കാട്ടോ പോകുന്നത്. കല്യാണ വീട് പറഞ്ഞാൽ വീട്, മാമൻ്റെ വീട്, അല്ലാതെ കല്യാണം നടക്കുന്ന സ്ഥലമല്ല കേട്ടോ. പിന്നെ എല്ലാവരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ഞാൻ പഠിച്ചതൊക്കെ എവിടെയാണ്. ഞാൻ പഠിച്ചതൊക്കെ ഇതാ കുറ്റിച്ചിറയാണ് കേട്ടോ. ഞങ്ങൾ ഇതിലെ ഒരു ഷോപ്പിങ്ങിൻ്റെ ആവശ്യത്തിന് വേണ്ടി ചെറിയൊരു സാധനം കിട്ടാൻ വേണ്ടി ഞങ്ങൾ പോയതാണ്. കുറ്റിച്ചിറ ഇടിയങ്ങര ആ ഭാഗമൊക്കെ ഇല്ലേ, അപ്പോൾ ഇത് കറക്റ്റ് വരുന്നത് കുറ്റിച്ചിറാണ്, കുറ്റിച്ചിറ ഭാഗം കേട്ടോ ഇതൊക്കെ. അപ്പോൾ ഞങ്ങൾ ഇതിലേക്കൊന്ന് പോയി നോക്കിയതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തൊന്ന് മാത്രം നിങ്ങൾക്ക് കാണിച്ചു തരാമല്ലോ ഞാൻ പഠിച്ചത് എവിടെയാണെന്ന്. ഞാൻ കുറ്റിച്ചിറ ഗേൾസ് സ്കൂളിലാട്ടോ പഠിച്ചത്, കാലിക്കറ്റ് ഗേൾസിലാണ് പഠിച്ചതൊക്കെ. അതിനുശേഷം ഞങ്ങൾ വലിയൊരു ബ്ലോക്കിൽ പെട്ടിട്ടോ. ബ്ലോക്കിൽ പെട്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ച് പോകാൻ കഴിയൂലേക്കും, പെണ്ണിൻ്റെ എൻട്രി മിസ്സാവേക്കുന്നു, അത്രയും വലിയ ബ്ലോക്കിലായിരുന്നു. പിന്നെ ഞങ്ങളിതാ എത്തി കുറച്ച് നേരം കഴിഞ്ഞ ഉടനെ പെണ്ണിൻ്റെ എൻട്രി ആയിരുന്നു കേട്ടോ. അവളെ കുതിരയിൽ വരണം എന്നായിരുന്നു അവൾക്ക് ആദ്യമുള്ള ആഗ്രഹമായിരുന്നു. അപ്പോൾ അതാ ബ്രൈഡ് ഇതാ കുതിരമലൊക്കെ കേട്ടോ വരുന്നത്. ആവശ്യത്തിന് കുതിര പറഞ്ഞാലും കേൾക്കില്ലല്ലോ, കുതിര എന്തെല്ലോ കളിയാണ് കളിക്കുന്നത്. കാരണം ഇത്ര ആളെ കണ്ടിട്ടാണോ ഇനി ഒച്ചപ്പാടും ബഹളം കൊണ്ടാണോ എന്ന് അറിയില്ല,
കുതിരക്കൊരു പേടി, ഞങ്ങൾക്ക് അതിലും വലിയ പേടി എന്താവും എന്നുള്ള. അപ്പോൾ അതാ ബ്രൈഡിൻ്റെ എൻട്രി ആണ് കേട്ടോ. എൻ്റെ സോയ ഇത് കണ്ടിട്ട് എന്താ അത് നടക്കണേന്നുള്ള രീതിയിൽ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ബ്രൈഡ് ഇതാ സ്റ്റേജിലൊക്കെ കയറി മഹറൊക്കെ കെട്ടിട്ടോ. നിക്കാവും മഹർ കെട്ടലൊക്കെ എനിക്ക് എടുക്കാൻ മിസ്സായി പോയി. പിന്നെ ഇതാ നമ്മൾ മെയിൻ താര ജോയമോള് കളിക്കുകയാണ്. ഞാൻ വിചാരിച്ച അവൾ പ്രശ്നം ഉണ്ടാക്കിയായിരുന്നു, കുറച്ച് നേരം ഒരു ഇതാക്കിയെങ്കിലും ആൾ പിന്നെ കൂളായിട്ട് കളിച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതൊക്കെ കേട്ടോ നല്ല അടിപൊളി ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റി. പിന്നെ നമ്മളെ മെയിൻ താരം ഫുഡിലേക്ക് നമ്മളെല്ലാവരും കൂടി വീണ് എല്ലാവരും കഴിക്കലും കഴിഞ്ഞ് പിന്നെ ലാസ്റ്റിലേക്കാട്ടോ നമ്മളിരിക്കുന്നത്. നമ്മളെല്ലാം ഇവിടുത്തെ ഫാമിലി മെമ്പേഴ്സ്, നമ്മൾ ലാസ്റ്റിലേക്ക് ഇരുന്നാൽ മതിയല്ലോ. അങ്ങനെ നമ്മൾ ലാസ്റ്റിലേക്ക് ഇരുന്ന് നമ്മളിതാ ഫുഡൊക്കെ കഴിക്കുകയാണ്. എൻ്റെ ഉമ്മ നേരെ കാണുന്ന എൻ്റെ ഉമ്മാൻ്റെ അനിയത്തി, പിന്നെ ഇപ്പുറത്ത് കാണുന്ന ഉമ്മാൻ്റെ ആങ്ങളുടെ വൈഫിൻ്റെ മോളെ കല്യാണം കേട്ടോ. ഇതാണ് നമ്മുടെ മാരേജ് ഉണ്ടായ സ്ഥലം. അതായത് ബീച്ചിൽ വന്നവർക്ക് മനസ്സിലാവും ഇത് എവിടെയാണ് എന്നുള്ളത്. ബീച്ചിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു വീടാണ് ഇത്. ഞങ്ങൾ ജസ്റ്റ് 1 ഡേക്ക് വേണ്ടി റെൻറ്റിലെടുത്തതാണ്. ഇതാണ് ആ വീടിൻ്റെ ഒരു ആംബിയൻസ്, നല്ല വിൻറ്റേജ് സാധനം. ഇപ്പോഴത്തെ അടിപൊളി നമ്മൾ വൈബിന് പോകുന്ന വിൻറ്റേജ് ആയിട്ടുള്ള ഒരു വീടാട്ടോ. വീട് ഉള്ളൊക്കെ നല്ല യൂസ്ഡും കാര്യങ്ങളൊക്കെ ആണ്. അതുകൊണ്ട് തന്നെ നല്ല ക്ലീൻ ആയിട്ടാട്ടോ ഉള്ളത്. ഇവിടെ 2 പേരുണ്ട്, അവർ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടൊക്കെയാണ് കൊണ്ടുപോകുന്നത്. ഫസ്റ്റ് എനിക്ക് മനസ്സിലായില്ല, പിന്നാണ് പറഞ്ഞത് ഇവിടെ ആൾ താമസിക്കുന്നുണ്ടെന്ന്. അത് അവരുടെ ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെയാണ്. ഇതിൻ്റെ അകത്ത് വെജിറ്റബിൾസ് സാധനങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ജസ്റ്റ് ഫ്രിഡ്ജ് ഓണാണോ എന്നറിയാൻ തുറന്ന് നോക്കിയതാണ്. അപ്പോൾ ഫ്രിഡ്ജ് ഓണാണ്, അവരുടേതായിട്ടുള്ള കാര്യങ്ങളും സാധനങ്ങളൊക്കെ അതിൻ്റെ അകത്തുണ്ട്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങ് വന്ന് നിൽക്കുക കേട്ടോ. അതായത് എൻ്റെ ഉമ്മാൻ്റെ അനിയത്തിയും അങ്ങനെയൊക്കെ. അപ്പോൾ 2 അമ്മായിമാരെ കാണാൻ വേണ്ടി ബ്രൈഡും ഗ്രൂമും കൂടി വന്നതാണ്. പിന്നെ കുറച്ച് നേരം കൂടി കഴിഞ്ഞപ്പോൾ അങ്ങനെ നമ്മുടെ നെയ്ബേഴ്സും അങ്ങനെയൊക്കെ ആയിട്ടുള്ള ആൾക്കാരൊക്കെ പോയി. പിന്നെ നമ്മുടെ അടുത്ത ഫാമിലി മെമ്പേഴ്സ് മാത്രമായിട്ട് ഞങ്ങൾ കുറച്ച് നേരം ഡാൻസൊക്കെ കളിച്ച് നിന്ന്. നമ്മൾ ഫാമിലി മാത്രമല്ലേ ഉള്ളൂ, അപ്പോൾ പിന്നെ അങ്ങനെ ഡാൻസൊക്കെ കളിച്ച് നിന്ന്. പിന്നെ സോയമോക്ക് ഫഹദ് കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഒരു സാധനം വാങ്ങിച്ചു കൊടുത്തിരുന്നു. ഇവർ തൊട്ടടുത്തല്ലേ ബീച്ച്. അങ്ങനെ അത് വെച്ചിട്ട് അവൾ ഉമ്മനെ ഓടിപ്പിക്കും കളിക്കുകയൊക്കെയാണ് കേട്ടോ. അവരെ നല്ല എൻജോയ്മെൻറ്റ്. അന്ന് അവളുടെ കയ്യിൽ നിന്ന് അടി കിട്ടാത്തത് ചുരുക്കം പേരാട്ടോ. അതിനെ കൊണ്ട് അടിച്ചിട്ട് വലിയ വേദന ഇല്ല, പക്ഷെ അതുകൊണ്ട് അവളെല്ലാവരും ഓടിപ്പിച്ചിട്ട് അടിക്കുന്നുണ്ട്. മെയിനായിട്ട് എൻ്റെ ഉമ്മനാട്ടോ. എനിക്കിത് അടിക്കണതാണ് ഭയങ്കര സന്തോഷം. കാരണം ഉമ്മാൻ്റെ കയ്യിൽ നിന്ന് പണ്ട് എനിക്ക് കുറേ കിട്ടിയത്. അപ്പം എൻ്റെ മോളെ വക തിരിച്ച് കിട്ടുക, വേദന ഇല്ലെങ്കിൽ എന്താ കാര്യം നടക്കണ്ടല്ലോ, അതെന്ന് വെച്ച് ഞാൻ നിൽക്കുകയാണ്. ഇത് പിന്നെ സോയ പേടിപ്പിക്കുക കേട്ടോ ഫഹദിനെ. ഫഹദായാലും വലുത് പറയുന്നുണ്ട്, പക്ഷെ അതൊന്നും നോക്കുക കാര്യമില്ല, ഓളങ്ങോട്ട് പേടിപ്പിക്കുകയാണ്. ഇത് കിട്ടിയ പാടുള്ള ഇതാട്ടോ, ഈ സാധനം കിട്ടിയ പാടുള്ള സന്തോഷമാണ്. എല്ലാവരും മാന്ത്രികവടി എന്നൊക്കെ പറഞ്ഞിട്ട് മക്കളും അവളെ പിന്നാലെയായിരുന്നു കുറേ നേരം. അത് എന്തോന്ന് കാട്ടി അത് ചെറുതാക്കും കഴിയും, അതേപോലെ തന്നെ വലുതാക്കും ചെയ്യും. പിന്നെ ലൈറ്റ് എത്തിക്കുക, ഓടുക, അടിക്കുക, എല്ലാവരും അടിച്ചിട്ട് ലാസ്റ്റ് ചെക്കന്മാരോളം പിടിക്കാൻ വേണ്ടി വന്നപ്പോൾ തിരിഞ്ഞു വീക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ എൻ്റെ ഹാൻഡ്സം ബ്രദർ ഫഹദ്. അവനും അവളും കൂടി കുറേ നേരം കളിച്ചതാ. ഈ മക്കളൊക്കെ ഇട്ട് അവൾ ഓടിപ്പിച്ചിട്ട് അവരെ ഞങ്ങളുടെ അടുത്തേക്ക് വരാൻ പരാതി പറയാൻ വേണ്ടിയിട്ട്. ആദ്യം ഞങ്ങൾ പേടിച്ച് ഇവൾ ആരോടും മിണ്ടോ അങ്ങനെ കളിക്കുകയൊന്നുമില്ല, പക്ഷെ ഇവൾ നല്ല ആക്റ്റീവായിട്ട് ലാസ്റ്റിലേക്ക് എല്ലാവരും പോയതിൻ്റെ ശേഷം കേട്ടോ. പിന്നെ എല്ലാവരും പോയി കഴിഞ്ഞേരം പിന്നെ ഞങ്ങൾ ഒന്നും കൂടി ഡാൻസൊക്കെ കളിച്ചു. നമ്മൾ അടിപൊളി സോങ്ങൊക്കെ വെച്ചിട്ട് ഒരുപാട് നേരം കളിച്ചിട്ട് ഒരു 2-2.5 മണിക്കൂർ നമ്മൾ മൊത്തം ഡാൻസിനെ കളിച്ചിട്ടുണ്ട്. പിന്നെ എല്ലാവരും ക്ഷീണിച്ച് ഒരു വൈക്കായി, കാരണം കുറേ നേരം കിടന്നതുള്ളല്ലേ, അപ്പോൾ പിന്നെ നല്ല ക്ഷീണമായിരിക്കുമല്ലോ. ഞാനൊക്കെ ഒരു വൈക്കായിട്ടുണ്ട്. എല്ലാവരും പോയി തുടങ്ങി. പിന്നെ നമ്മളെ ഫാമിലി മാത്രമേ ഉള്ളൂ. ഇതാണ് കേട്ടോ നമ്മുടെ ആ വീട്, നേരെ ബീച്ചാണ്. ഇത് കോഴിക്കോട് ബീച്ച്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള വീട്ടിൽ വെച്ചിട്ടാട്ടോ. അപ്പം ഞങ്ങളിതാ തിരിച്ച് പോവുകയാണ്, എല്ലാവരോടും ബായ് ഒക്കെ പറഞ്ഞിട്ട്. ഇപ്പം ഇതാ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് ഇനി ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു മാരേജ് തന്നെയായിരുന്നു കേട്ടോ. കോഴിക്കോട് ബീച്ച് നോക്കി എന്ത് രസമായിട്ടാണല്ലേ, അടിപൊളിയാക്കി. ഇപ്പം ഇങ്ങനെ ഷോപ്പും കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് വന്നതുകൊണ്ട് തന്നെ അടിപൊളി. പിന്നെ അവിടെ കാർണിവലും കാര്യങ്ങളൊക്കെ നടക്കാം കേട്ടോ. പിന്നെ നമ്മൾ മോർച്ചറിൻ്റെ ഒക്കെ അടുത്ത് കൂടെയാണ് പോകുന്നത്. എപ്പോഴും ഞങ്ങൾ ബീച്ചിൽ വന്ന് പോകുമ്പോൾ ഇങ്ങനെ പേടിയാക്കായിരുന്നു, ഇങ്ങനെ ഇതിൻ്റെ അടുത്ത് കൂടെയൊക്കെ പോകുന്നതെന്ന്. മാനാഞ്ചിറാണെങ്കിലും മാനാഞ്ചിറ ലൈറ്റും കാര്യങ്ങളും ഫുള്ള് ബ്ലോക്ക് തന്നെ. കോഴിക്കോട് മൊത്തം സെറ്റപ്പായി കേട്ടോ. ബീച്ച് മാനാഞ്ചിറ ഇത്ര വലിയ സംഭവം ഇല്ലായിരുന്നു, പക്ഷെ ഇപ്പോൾ മാനാഞ്ചിറൊക്കെ അടിപൊളിയാണ്. ലൈറ്റും കാര്യങ്ങളൊക്കെ വന്നതിൻ്റെ ശേഷം DD ഓഫീസ് വരെ അലങ്കരിച്ചിരിക്കുന്നു. നോക്ക് ഗൈസ്,
TD ഓഫീസ് വരെ നമ്മൾ ഒന്നും കോഴിക്കോട്ട് ഒരു വെറുതെ വിട്ടില്ല. പിന്നെ മൈജീൻ്റെ ഈ ഷോറൂമൊക്കെ കണ്ടപ്പോൾ എന്തോരല്ലേ അടിപൊളിയാക്കി. ഇതിനേക്കാളും രസമാട്ടോ തൊണ്ടയാടുള്ള മൈജി. നല്ല വലിയ ഷോറൂം തന്നെയാണ്. ഇതിനേക്കാളും വലുപ്പമുണ്ട് കേട്ടോ തൊണ്ടയാടത്ത്. ഞാൻ ജസ്റ്റ് ഒന്നൊരു ഫോട്ടോ എടുത്തിട്ടോ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടില്ല. ഇനി എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് എക്സ്പ്ലോർ ചെയ്യണം കേട്ടോ. മൈജി ഷോറൂമിൻ്റെ ഒരു വലുപ്പം നോക്കി. കോഴിക്കോട് വരുന്നവരാണെങ്കിൽ ഇതൊന്നും മിസ് ചെയ്യണ്ട കേട്ടോ. ബീച്ച് മാത്രം കണ്ടു പോയാൽ പോരാ. ഇതുപോലുള്ള വ്ലോഗും കാര്യത്തിനൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടിക്കട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.